10 പവന്റെ സ്വർണം, 15 രൂപ സ്ത്രീധനം. അതാ അവരുടെ ഡിമാൻഡ്. അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല. സ്വർണം അവൾക്കുണ്ട്. കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടെ ചേർത്ത ഒരു 10 തയ്ക്കാം. പിന്നെ വേണമല്ലോ കല്യാണ ചെലവ് വേറെ. എന്ന് നടത്താന്നാ അവര് പറയുന്നത്. ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനെയാണ് ദൈവഹത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആശാൻ ആ ജോലി ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. തന്നെയുമല്ല, ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ? അതുമല്ല ആശാനെ, വനജയുടെ കല്യാണത്തിന് കുറെ പൈസയുടെ പോരായില്ലേ? ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭായിയോട് പറയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം. തരും, തീർച്ചയായും തരും. ചോദിക്കാതെ തന്നെ അയാൾ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ. അപ്പൊ പിന്നെ വായ്പ ചോദിച്ചാൽ തരാതിരിക്കൂ? ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കൊള്ളാം, നല്ല ചോദ്യം. ആശാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്ത കാര്യം നടക്കൂ. വാ കീറിയിട്ടുണ്ടെങ്കിൽ അല്ല ദൈവം തരും. എനിക്ക് ഉറപ്പുണ്ട്. കുറെ കാലം ആശാന്റെ കൂടെ നടന്നല്ലേ. അല്ലറ ചില്ലറ വേലയൊക്കെ നമുക്കും അറിയാം. അതൊക്കെ മതി ജീവിക്കാൻ, അല്ലേടാ? പിന്നെ ഇതാ ചോദിച്ച 10,000 രൂപയുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്കാം. മാസം 2,500 രൂപയായിരിക്കും ഭരതന്റെ ശമ്പളം. ഇന്ന ജോലിയെന്നില്ല, അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരൂ. അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ. ശരി പറ്റേ. ശരി. ജെയിംസിനെ ഇടിച്ചവനെയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വീകരിച്ചത്. എടേ, 3 വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് ഇടിച്ച് തറപറ്റിച്ചു. അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു. ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാ. എന്നു മുതൽ തുടങ്ങിപ്പോ ഈ പുതിയ ചിന്ത? നീ പറ ജെയിംസേ, ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടോ? വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ബായിവേട്ടൻ നിൽക്കും. അതില്ല. പിന്നെന്തിനായി ചോദ്യം? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അന്ന് ബായി തടഞ്ഞുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഇനി അവനെന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും. പറഞ്ഞില്ല എന്ന് വേണ്ട. നീ നന്നാവില്ലടാ ജെയിംസേ. ഓ, ഞാൻ സഹിച്ചോളാം. വനജയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. അടുത്ത തിങ്കളാഴ്ചയാ. എത്ര പെട്ടെന്നോ? എല്ലാം ഒത്തുവന്നപ്പോ നടത്തിയേക്കാന്ന് വിചാരിച്ചു. ആരാ പയ്യൻ? ഞാനെന്ന് പറഞ്ഞില്ലേ, കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ഒരു പയ്യന്റെ കാര്യം. അവൻ തന്നെ. എവിടെ വെച്ചാ കല്യാണം? വീട്ടിൽ വെച്ച് തന്നെ. ചെറിയൊരു പന്തലിടണം. കല്യാണക്കുറിയൊന്നുമില്ല. വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ നേരിട്ട് വിളിക്കും. നന്നായി. എല്ലാം മംഗളായി നടക്കട്ടെ. ഗൗരിയില്ലേ ഇവിടെ? അവൾ വന്നില്ലല്ലോ മോനെ. ഇത് ഗൗരിക്ക. എന്താ അത്? ഒരു സാരിയാ. വനജയ്ക്ക് കല്യാണ സാരി വാങ്ങി കൂട്ടത് ഗൗരിക്കും വാങ്ങി വരണം. എന്താ? ഒന്നുമില്ല. ഇത് നീ തന്നതാണെന്ന് പറഞ്ഞു കൊടുത്താ അവള് വാങ്ങുമെന്നാ എന്റെ സംശയം. അവൾ ആകെ മാറി മോനെ. ഈയിടെ ഞങ്ങളോട് പോലും മിണ്ടാറില്ല. മാസം ആദ്യം ശമ്പളം എന്നെ ഏൽപ്പിക്കും. എന്തെങ്കിലും ചോദിച്ചാ തർക്കുത്തരമേ പറയൂ. അവളെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കില്ല. 6 ജീവനാ അവളെ നമ്പി ഇവിടെ കഴിയുന്നത്. എന്നെ വെറുക്കാൻ തക്കവണ്ണം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് അറിഞ്ഞൂടെ മോനെ. ഏതായാലും ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാ. മടക്കി കൊണ്ടുപോകുന്നില്ല. അല്ല, നീ പുതിയ ജോലിക്ക് പോവാൻ തുടങ്ങിയോ? വനജയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകും. വനജയുടെ കല്യാണം നിശ്ചയിച്ചു. വരന് കോപ്പറേറ്റീവ് ബാങ്കിലാ ജോലി. അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ, ഇത് നിനക്കാ. ആ മോളെ, പിന്നെ എന്താ? ഒരു സാരിയുമായി വന്നിരിക്കുന്നു. ഇവിടെ ഒരു സാരി കാണാത്ത പോലെ. മനുഷ്യനായ നാണം വേണം. എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട്. ഓരോരുത്തർക്കും അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ. പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനെന്താ അതിന്റെ വേലക്കാരനോ? നീ വേണമെങ്കിൽ നേരിട്ട് പറ.
വാനിറ്റി ബാഗും പൊക്കമുള്ള ചെരുപ്പുണ്ടെന്ന് കരുതി തട്ടാൻതൊടിയിലെ കുഞ്ഞിലക്ഷ്മിയുടെ മോൾ അത്ര ഞെളിയൊന്നും വേണ്ട. നിന്റെ നാക്കും അതിന്ന് വരുന്ന വാക്കും ഈ നാട്ടിൻപുറത്തിന് ചേർന്നതല്ല. ചേർന്നതല്ലേ എന്നെ ആരും സഹിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ തുറന്നു പറയും. മുച്ചിട്ട് കളിക്കാരന് നാടകുത്തി എനിക്ക് യോഗ്യരല്ല. തന്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും തരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. എന്താണ് നീ പറഞ്ഞത്? മലയാളത്തിലാ പറഞ്ഞത്, മനസ്സിലായില്ലേ? തൊട്ടുപോകരുത് തന്നെ. കൈ ധരിക്കുന്നുണ്ടെങ്കിലേ ദേ അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ സ്വന്തം അനിയത്തി, അവളുടെ മേത്തയക്കും. സാമ്പാർ വെച്ച് കൊടുക്കടാ. അവിടെ ഇത്തിരി ചോറിട്ടെ, ചോറ്. അവിടെ ചോറ് ആർക്കാ? ചോറ് വേണോ അവിടെ? ഇവിടെ ആർക്കാ? ഇവിടെ എന്താ വേണ്ട? അപ്പുണ്ണേ ചോറ് കൊടുക്കണം. മതി. അമ്മ എന്തിയേ? കൊച്ചിനെയും വെച്ചോണ്ടകത്തിരിക്കുക. അടുത്ത വണ്ടിയിലിരിക്കും. ഗൗരി വന്നില്ലല്ലേ? ഇല്ല. മതി മതി. മൂത്രത്തിൽ പഞ്ചാരയാ. പിന്നെ ഭരതന് ഒഴിച്ചോണ്ട് കഴിച്ചത് മാത്രം. വേണ്ട. കുറച്ചാകാന്ന്. നിങ്ങൾ നല്ലയാളാ. എന്താ അങ്ങോട്ട് വരാഞ്ഞേ? ഞാൻ വരാം, തിരക്കൊന്ന് കഴിയട്ടെ. അവിടെ ഒരു തിരക്കില്ല, വാ. ഞാൻ വന്നോളാം. അത് പറഞ്ഞാ പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. ഞാൻ അവിടെ വന്നോടെ മോനെ, അതുകൊണ്ടാ. നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മയില്ല. കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ. അതിൽ ആർക്കെങ്കിലും നെണ്ണുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് പോയിക്കോട്ടെ, എനിക്കൊരു ചുക്കൂല്ല. എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമം. മോൻ പോയിക്കോ, ഞാൻ ഈ കള്ളിയും കൊണ്ട് മാറിയിട്ട് വന്നോളാം. ഞാൻ വന്നോളാം. വരട്ടെ ചേട്ടാ, കൂടെ കൂടെ വരണം. അത് നീ പറഞ്ഞിട്ട് വേണം മോളെ. വരട്ടെ. Polla, polla, vaya, vaya, polla, polla, ulogama, melogama, agayama, agalama, amadi tatadiya, vaya, vaya, polla, polla, vaya, 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 vaya.
ഇന്നലത്തെ കളക്ഷൻ എത്രയാ? 16,616. പോരല്ലോ. നിങ്ങൾക്ക് വരെ വരെ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയായ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാ അത്? ജെയിംസ് ടൗണിൽ പോയിരിക്കുകയാണല്ലോ. നിർത്ത്! എന്തായി കാണിക്കുന്നത്? നിർത്ത്! 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 അച്ഛൻ എന്തിനാ ബഹളം കൂട്ടുന്നത്? അയാൾ അസലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെന്താ? ഫാന്റാസ്റ്റിക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സമ്മതിച്ചിരിക്കുന്നോ ഭരത? ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ചുരണ്ടിയിട്ടാ ഉരുട്ടിയെടുക്കണത്. ആരുടെ വെച്ചിട്ട് വണ്ടി എടുത്ത്? അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കൊരു അസുഖമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയില്ല. അതൊരു വാശിയാ. മാറുമാറ്. ഓപ്പൺ. അയ്യോ, എനിക്ക് പത്യമാണ്. ഞാൻ കഷായം ഒന്നും ചെയ്യല്ലേ. മാറ്റടാ കൈ. കൈ മാറ്റാൻ. നീട്ടടാ കൈ. സാറേ, നീട്ടാൻ. എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തു സാറേ. എന്നെ തല്ലല്ലേ സാറേ. നീ എന്താ ജെയിംസ് ഇവിടെ ഇരിക്കുന്നത്? ബൈക്ക് ഓടിക്കുന്നില്ലേ? മരണക്കറിന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുന്നു. കാലിലൊരു വേദന, കൂടാതെ ഓടിക്കാനോട് വേറെ ആളുണ്ടല്ലോ. ഓ, അത് ശരി. ഭരത, ഭരത, ഭരത. കാലിന് സുഖമില്ലെന്നൊക്കെ പറയുന്നത് പച്ച നുണയാ. ഇത് വലിയ പാട് തന്നെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. വേണം സാർ, വേഷം കെട്ടിയാലേ ജനങ്ങൾക്ക് ഇഷ്ടമാവും. അല്ല, കഴിഞ്ഞില്ലേ? വേഗം ആട്ടെ. ഇയാൾ ഇവിടെ വന്നാലോ? റിക്കാർഡ് വെച്ചല്ല കോച്ചിങ് കാണിക്കേ. ജനം ബഹളം കൊടുക്കും. വാ സാർ, വരും പുഷ്പേ, വാ.